അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഞാൻ ലോണുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, എൻ്റെ അറിവിൽ ഉള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും ലോണുമായി ബന്ധപ്പെട്ടവരുണ്ടോ? മുസ്ലിംസിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. മുസ്ലിങ്ങളായിട്ടുള്ള നമുക്ക് ലോൺ എടുക്കുക, പലിശ കൊടുക്കുക, പലിശ വാങ്ങുക, ഈ കാര്യങ്ങൾ നിഷിദ്ധമാണ്, ഹറാമാണ്. എന്നിരിക്കെ അതൊരു നെവർ മൈൻഡ്, അള്ളാഹുവിൻ്റെ ആജ്ഞ ചെവിക്കൊള്ളാതെ അതൊക്കെ ആർക്കും സ്വീകാര്യമല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ളൊരു വിജയം മുന്നിൽ കണ്ടുകൊണ്ട് വീടിൻ്റെ ആധാരം പണയം വെച്ച് കാശ് വാങ്ങിച്ചെടുക്കുക, എന്നിട്ട് അതിലേക്ക് പലിശ കൊടുക്കുക, സ്വന്തം കയ്യിലുള്ള ആഭരണങ്ങൾ ബാങ്കിൽ കൊണ്ടുവച്ച് കാശ് വാങ്ങിക്കുക, എന്നിട്ട് അതിന് പലിശ അടക്കുക. ഇങ്ങനെ പലിശയുമായി ബന്ധപ്പെട്ടിട്ട് വാങ്ങുന്നില്ലെങ്കിലും കൊടുക്കുന്നവരാണ് കുറേ മുസ്ലിംസ് എൻ്റെ അറിവിലുള്ളത്. അവരോടൊക്കെ ഞാൻ ചോദിക്കും, അള്ളാഹു നമുക്ക് ഹറാമാക്കിയ കാര്യമാണല്ലോ അത്, എന്തിന് നിങ്ങൾ ഈ ലോണുമായിട്ട് ബന്ധപ്പെടുന്നു? എന്തിന് നിങ്ങൾ പലിശ വാങ്ങണില്ലെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്, കൊടുക്കലും വാങ്ങലും അത് എഴുതലും അതിനെ കുറിച്ചിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലിശ നിരോധിച്ചിട്ടുണ്ട്. അത് കൊടുക്കൽ വാങ്ങലുകൾ മുസ്ലിംസിന് ചേർന്നതല്ല, നമ്മുടെ മതത്തിന് ചേർന്നതല്ല. എന്നിരിക്കെ മുസ്ലിം നാമധാരികളായിട്ടും ഒരുപാട് പാണ്ഡിത്യം അവകാശപ്പെടുന്നവർ പോലും ഈ പലിശയിൽ ചെന്ന് ചാടുന്നതായിട്ടും അതിലൂടെ വിജയിക്കാമെന്ന് കരുതിയിട്ടുള്ള, അല്ലെങ്കിൽ താൽക്കാലിക ബുദ്ധിമുട്ട്, താൽക്കാലിക പ്രയാസം നീക്കിയിട്ട് ഒരു സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് ലോണ്, പലിശ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് വ്യക്തികൾ എൻ്റെ അറിവിലുണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും സമാധാനം ലഭിക്കും എന്ന് കരുതിയിട്ട് പോയവരാർക്കും സമാധാനമല്ല ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ സമാധാനക്കേടും നഷ്ടങ്ങളുടെ കണക്കും മാത്രമേ ഇവർക്കൊക്കെ പറയാനുള്ളൂ. എൻ്റെ അറിവിൽ അങ്ങനെയാണ്. പല പല സാഹചര്യങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വന്നിട്ടുണ്ട്. പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ പലിശ കൊടുക്കൽ വാങ്ങലുകൾ വേണ്ട ഒരവസ്ഥ ഒക്കെ വരുന്നൊരവസ്ഥ വരുമ്പോൾ തന്നെ അതിനെ പരിപൂർണമായും തട്ടി ഒഴിവാക്കുകയാണ് ഈ ഞാനെന്ന വ്യക്തി ചെയ്യുന്നത്. അതിലേക്ക് ബന്ധപ്പെടാൻ പാടില്ല. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യം നമ്മൾ ചെയ്യരുത് എന്നുള്ള പരിപൂർണമായിട്ടുള്ള ആത്മാർത്ഥതയോടെ, അള്ളാഹുവിനെതിരെ നീങ്ങൂല എന്നുള്ള ശക്തമായ ഈമാനോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ അറിവിൽ, നമ്മുടെ ചുറ്റുവട്ടത്തിൽ പലതരത്തിലുള്ള ഇങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ലോണുമായി ബന്ധപ്പെട്ടിട്ടും പലിശ കൊടുക്കേണ്ടി വന്നിട്ട് പിന്നെ കൊടുക്കാൻ കഴിയാതെ സ്വന്തം വീടായാലും സ്ഥലമായാലും ആഭരണമായാലും നഷ്ടപ്പെടുന്ന പല കേസുകളും എൻ്റെ അറിവിലുണ്ട്. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ്? ഞാനീ പറയുന്നതിൽ യോജിക്കാൻ ആർക്കെങ്കിലും യോജിപ്പുണ്ടെങ്കിൽ നിങ്ങളിതിൽ കമൻ്റ് ഇടണം. ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിയോജിപ്പാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ട് അറിയിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും മുസ്ലിംസ് ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രധാനമായിട്ടും നമ്മുടെ അള്ളാഹു, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. താൽക്കാലികം നമുക്കൊരു വിജയം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കതുകൊണ്ട് എല്ലാ ഗുണങ്ങളും ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിൽ തോന്നിയാൽ പോലും അള്ളാഹു ഹറാമാക്കിയതല്ലേ, അല്ലെങ്കിൽ അള്ളാഹു നിരോധിച്ചതല്ലേ എന്ന് കരുതിയിട്ട് നമുക്ക് അതിൽ നിന്ന് പിന്മാറണം. അതെനിക്ക് പറയാനുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പിന്നെ നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും ഒരിക്കലും ഹറാമിലേക്ക് പോകൂല എന്ന് നമ്മൾ ദൃഢനിശ്ചയം എടുത്താൽ ഒരു മുസ്ലിം വിജയിച്ചു. മുസ്ലിമിൻ്റെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
മനസ്സുകൊണ്ട് ഞാൻ അള്ളാഹുവിനും റസൂലിനും എതിരായി ഒന്നും പ്രവർത്തിക്കുകയില്ല, ചെയ്യുകയില്ല, ചിന്തിക്കുകയില്ല, ആഗ്രഹിക്കുകയില്ല എന്നുള്ളത് ഒരാൾ മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ആൾ വിജയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് വെച്ച് കഴിഞ്ഞു കാല്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അത് പ്രാവർത്തികമാക്കിയാൽ ആ ആളാണ് വിജയി. അത് നിങ്ങളെല്ലാവരും ശ്രമിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് ഈ അറിവ് എൻ്റെ മനസ്സോടുകൂടി ഞാൻ ആഗ്രഹിച്ച ഈ അറിവ് മറ്റ് പലർക്കും എത്തിച്ചു കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതിലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇനിയും ബാക്കി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എൻ്റെ ഹൃദയത്തിലുള്ളത്. അതൊക്കെ എനിക്ക് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ഇടുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ്.